നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. ഹരഗോവിന്ദദാസ് മകൻ ചന്ദൻ ദാസ് കലാപ സമയത്ത് കൊള്ളയടിക്കുന്നത് തടയാനെത്തിയതാണ് ഇരുവരും CPM-ന്റെ സജീവ പ്രവർത്തകരായിരുന്നു. ബംഗാളിൽ കുറച്ചു ദിവസമായി ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ്. 2 CPM പ്രവർത്തകർ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ടപ്പോൾ 1000-ഓളം പേരാണ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് പലായനം ചെയ്തത്. 100-ഓളം ഹിന്ദു കടകളും വീടുകളും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. മമതാ ബാനർജിയുടെ മൗനാനുവാദം ഇസ്ലാമിക ഭീകരവാദികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇന്നലെ കേന്ദ്രസേനയെ വിളിക്കാൻ കോടതി ഉത്തരവിടേണ്ടി വന്നു. രാത്രി തന്നെ കേന്ദ്രസേന പറന്നെത്തി. ഗവർണർ ആനന്ദ് ബോസിന് ചുമതലയും നൽകപ്പെട്ടു. ഗവർണർ രാവിലെ പ്രസ്താവിച്ചു, വഖഫ് ഭേദഗതി ബംഗാളിലും നടത്തും. അക്രമം നടത്തുന്നവനെ അതേ നാണയത്തിൽ നേരിടും, അടിച്ചമർത്തുക തന്നെ ചെയ്യും. 200 അക്രമകാരികളെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടാൻ ഇനിയും പഠിക്കേണ്ടതുണ്ട് മതേതര ഇന്ത്യ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള തീവ്രവാദ ബന്ധമുള്ള ചില ഇസ്ലാമിക സംഘടനകളുടെ പങ്ക് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇതിന്റെ തെളിവുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് വെളിപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ സംഘടനകളുടെ നേതാക്കൾ പ്രദേശത്തെ മുസ്ലിം യുവാക്കളെ വഖഫിന്റെ പേരിൽ ഇളക്കിവിടുന്നതായി പോലീസിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുമുണ്ട്. വഖഫ് ഭേദഗതിയിൽ കൂടി മുസ്ലിങ്ങളെ സർവ്വസ്വത്തുക്കളും പിടിച്ചെടുക്കുമെന്ന വ്യാജ സന്ദേശം ഓരോ മുസ്ലിം കുടുംബത്തിലും ഈ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകർ കടന്നു ചെന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി പറയപ്പെടുന്നു. നേരത്തെ മുസ്ലിം തീവ്രവാദ സംഘടനയായ സിമിയുടെ കേന്ദ്രമായിരുന്നു മുർഷിദാബാദ്. ആ സംഘടന നിരോധിക്കപ്പെട്ടതോടെ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടിൽ ചേക്കേറി. PFIയെ നിരോധിച്ചപ്പോൾ SDP-യുടെ ഭാഗമായി. ഇങ്ങനെ ഒരേ ആളുകൾ തന്നെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളിൽ മാറി മാറി പ്രവർത്തിക്കുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ ഗൂഢാലോചന അക്രമ സംഭവങ്ങളുടെ പിന്നിലുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ഏപ്രിൽ 10 മുതൽ പശ്ചിമ ബംഗാളിന്റെ വിവിധ മേഖലകളിൽ നടന്നുവരുന്ന വഖഫ് പ്രതിഷേധം വർഗീയ കലാപമായി മാറുകയായിരുന്നു. മുർഷിദാബാദിലെ ഷംഷേർഗഞ്ചിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവിടെ കലാപകാരികൾ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് കൊള്ളയടിച്ച ശേഷം തീ വെച്ച് നശിപ്പിക്കുന്നു. ധാരാളം വാഹനങ്ങളും അഗ്നിക്കിരയാക്കി. പ്രദേശങ്ങളിൽ ജലസംഭരണികളിൽ അക്രമകാരികൾ വിഷം കലർത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. മുസ്ലിങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാനാകാതെ കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ 100 കണക്കിന് ഹിന്ദുക്കൾ സുരക്ഷിത സ്ഥലങ്ങൾ തേടി പലായനം ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. കലാപം പടരുന്ന സാഹചര്യത്തിൽ നിശബ്ദത പാലിക്കുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജി അക്രമികൾക്ക് മൗനാനുവാദം നൽകുകയാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ കാരണമായി എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കലാപം നിയന്ത്രിക്കാൻ വിധേയമാകാതെ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 21% മുസ്ലിം ജനസംഖ്യതയുള്ള സ്ഥലമാണ് മുർഷിദാബാദ്. അവിടെ ഹിന്ദു ഭൂരിപക്ഷം 27.67%. തീർച്ചയായും അവിടെ നടക്കുന്നത് SDP-യുടെ നേതൃത്വത്തിൽ ഹിന്ദുവിരുദ്ധ കലാപം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വഖഫ് ബില്ലിനെ അനുകൂലിച്ചവർ CPM-കാർ ആയിരുന്നു. അവിടെ അനുകൂലിച്ച് അവർ തന്നെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ അതിദാരുണം എന്ന് പറയട്ടെ, വഖഫിന്റെ കലാപത്തിൽ ആദ്യം രക്തസാക്ഷിയായതും ഇതേ CPM ആയിപ്പോയി. ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.